ഞങ്ങള് നിഹാരികയുടെ കൂടെ വന്നതല്ല. നിഹാരിക ഞങ്ങളുടെ കൂടെയാ വന്നത്. ആ അത് തന്നെ. എങ്ങനെ, എന്തുകൊണ്ട്? അവളോട് ചോദിച്ചു നോക്ക്. ശരിക്കും ഉണ്ടായത് എന്താണെന്ന് നീയെങ്കിലും പറ. അവന് പറഞ്ഞതാ സത്യം. എന്തിനാ എങ്ങനെയാന്നൊക്കെ നിഹാരികയോട് ചോദിച്ചോ. എനിക്കൊരു ഇമ്പോർട്ടന്റ് വർക്കുണ്ട്. മണിരത്നം സിനിമയിലെ ഹീറോയിനെ പോലെ ആവണി, രാം ഗോപാലവർമ്മയിലെ സിനിമയിലെ വില്ലത്തിയെ പോലെ നീ, പിന്നെ മിസ്റ്റർ പെർഫെക്റ്റ് പോലെ ശ്രീകറും. പിന്നെ എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നേ? എനിക്കത് അറിയണം, 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 അറിയണം. ആവനി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് ഞങ്ങളുടെ അടുത്ത് വീമ്പടിച്ചിട്ട് നിങ്ങൾ രണ്ടും എപ്പോഴും ഒരുമിച്ചാണല്ലോ. എന്താ കാര്യം? നിങ്ങളെ മൂന്നുപേരെ ഒരുമിച്ച് കണ്ടപ്പോ ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചേ? ആവനിയുടെ കൂടെ വരുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ടോ വസന്ത ചേച്ചി? അവസ്ഥ അങ്ങനെ ആയപ്പോ ഇങ്ങനെ ഒരുമിച്ച് വരേണ്ടി വന്നതാ. അവനി വീട്ടിലേക്കല്ലേ താൻ? അതെ സാർ. എന്നാ ഞാനും തന്റെ കൂടെ ഓട്ടോയിൽ വരട്ടെ? പോകാം, വരൂ. അതാ സംഭവിച്ചത്. അവനെ ഞാൻ വിടില്ല. അതിനുള്ള അവസരങ്ങള് ഞാൻ ക്രിയേറ്റ് ചെയ്തോളാം. ഈ വീട്ടില് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഐഡന്റിറ്റിക്ക് വേണ്ടി നടക്കുന്ന ലാവണ്യയും ശ്രീകറിന് വേണ്ടി നടക്കുന്ന അവരും. കൊള്ളാട്ടോ, ശരിക്കും കൊള്ളാം. ഇവിടെ നടക്കുന്നത് വെച്ച് ഒരു സിനിമ എടുക്കാൻ പറ്റും. എന്റെ കഴുത്തിൽ ഈ താല് നിലനിർത്താൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ നീ എന്നോട് കരുണ മാത്രം കാണിക്കുന്നില്ല. എന്റെ ഭർത്താവിനെ എനിക്ക് ലഭിക്കാൻ വേണ്ടി ഞാൻ നടത്തുന്ന യുദ്ധത്തില് ധർമ്മം ഒട്ടുമില്ലേ? നീ ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവനല്ലേ? എന്നിട്ട് നിനക്ക് എന്താ എന്നോട് മാത്രം കരുണ തോന്നാത്തെ? അവനെ ഞാൻ ശ്രീകരന്റെ ഭാര്യയായി, എന്റെ മരുമകളായി സ്വീകരിക്കുകയാണ്. അമ്മ എങ്ങാനും താലി കണ്ടു കഴിഞ്ഞാ അന്ന് ഞാൻ കണ്ട ആ ദുസ്വപ്നം സത്യമാകും. എന്ത് ചെയ്യും? ഈ വൃന്ദാവനത്തിലെ സർപ്പമായി നിഹാരികയെ പുറത്തേക്ക് പറഞ്ഞയക്കാനുള്ളൊരവസരം എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്റെ പ്രശ്നങ്ങൾക്ക് നീ തന്നെ പരിഹാരം കാണിക്ക്. അമ്മ എങ്ങാനും കണ്ടാൽ അത് പ്രശ്നമാകൂ. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ നീ എനിക്ക് ഇത്രയും പരീക്ഷണങ്ങൾ നൽകില്ലല്ലോ. എനിക്കെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും എന്നെ മനസ്സിലാക്കി പരിഹാരമായി എന്ത് വേണമെന്ന് എന്നെ സൂചിപ്പിക്ക.
അതെത്ര പ്രയാസം നിറഞ്ഞതാണെങ്കിലും ഞാൻ ചെയ്തിരിക്കും. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഹലോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതല്ലാതെ വേറെ മാർഗമില്ല. എടാ, ഞാൻ പറയുന്നത് കേക്ക്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പൃഥ്വിരാജൻ പറയുന്നത്. ശ്രദ്ധിച്ച് കേക്ക്. എടാ, നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന്റെ മുന്നും പിന്നോക്കം ഒന്ന് ആലോചിക്കണടാ. നീ എന്നെ കണ്ടു വേണം പഠിക്കാൻ. അമ്മേ, അമ്മേ, അയ്യോ, അയ്യോ, എന്റെ നടു പോയേ. അയ്യോ, അയ്യോ, എന്റെ നടു ഒടിഞ്ഞേ. എന്താ പറ്റേ? ചേട്ടാ, നിങ്ങൾ തീർന്നോ? ചത്തിട്ടില്ല, ജീവൻ ബാക്കിയുണ്ട്. നിങ്ങളുടെ താലിക്ക് നല്ല ഫലമുണ്ട് ചേച്ചി. അത് ശരിയാ, ഇല്ലെങ്കി ഇപ്പൊ തീർന്നേനെ. നീ എന്നെ പറഞ്ഞയക്കുവോ അമ്മേ? പിന്നെ സംസാരിക്കാം. ആദ്യം അച്ഛനെ പിടിച്ച ആ സോഫയിൽ അങ്ങോട്ട് ഇരുത്ത്. പതുക്കെ എണീക്ക്. അയ്യോ അമ്മേ, കൃഷ്ണ ഭഗവാനേ. സ്റ്റെപ്പ് ഇറങ്ങേണ്ടത് ഇങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ലായിരുന്നു അളിയ. അളിയാ, ഇപ്പൊ തന്നെ വേണോ? മത്തങ്ങ പോലെ ഉരുണ്ടാണല്ലോ അളിയ വന്നേ. എടീ, നിന്റെ അനിയനോടൊന്ന് നിർത്താൻ പറയടി. സത്യം അളിയ, ഒരു വെറൈറ്റി വീഴ്ചയായിരുന്നു അത്. കാല് പിടിക്കാളിയാ. എന്തു പറ്റി പൃഥ്വിരാജ്? എങ്ങനെ നീ വീണേ? അത് തന്നെ ഞാനും ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്നേ. പുറകിൽ നിന്ന് ആരോ ശക്തിയായിട്ട് തള്ളുന്നത് പോലെ എനിക്ക് തോന്നി. അമ്മേ, മുകളിൽ ആരും ഇല്ലല്ലോ അളിയ. ഭയങ്കര ശക്തിയായിട്ടാണ് തള്ളിയതളിയാ. നിനക്ക് ചിലപ്പോ തോന്നിയതാവും. അയ്യോ അല്ലമ്മേ, എനിക്ക് തോന്നിയതല്ല, എന്തോ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വീട്ടില് ഭൂതപ്രേതാദികൾ കടന്ന് കറങ്ങുന്നത് പോലുണ്ട്. നമ്മളെക്കാൾ വലിയ പ്രേതങ്ങളും ഭൂതങ്ങളും ഉണ്ടാവും അച്ഛാ. അപ്പൊ ഇവിടെ എന്തോ അജ്ഞാത ശക്തിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാതെ താഴെ വീണിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയല്ലേ അളിയ. ഞാനിപ്പോ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ എന്നെ അവർക്ക് സംശയമാകും. അയ്യോ അമ്മേ. അയ്യോ അമ്മേ, ആ, എന്തു പറ്റി? പൃഥ്വിരാജിനെ സ്റ്റെപ്പിൽ നിന്ന് ആരോ താഴേക്ക് തള്ളിയിട്ട് മോളെ. അയ്യോ, ഇനി തള്ളിയിട്ടത് നീയെങ്ങാനും ആണോ? ഞാൻ എന്തിനാ ചേട്ടനെ തള്ളിയിടുന്നേ? അതുകൊണ്ട് എനിക്ക് എന്ത് ഉപയോഗമുള്ളേ? ഉണ്ടെങ്കിൽ നീ തള്ളിയിടുവല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ചേച്ചി. ദയവ് ചെയ്ത് എന്നെ വെറുതെ ഒരു സംശയിക്കല്ലേ. ഈ വീട്ടിൽ ഇതെന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. അത് വിട്. അളിയൻ ഈ വിധത്തിലെങ്കിലും ഒരു 4 ദിവസം റെസ്റ്റ് എടുക്കാവല്ലോ. സംസാരിച്ച് കാല് വാരല്ലേ അളിയാ. നടുവിന് ചിലപ്പോ എന്തെങ്കിലും കാര്യമായിട്ട് പറ്റിക്കാണും. അകത്തേക്ക് കൊണ്ടുപോയി എന്ന് ശരിക്കും നോക്ക് വസന്തേച്ചി. അകത്തേക്ക് പോവാൻ വാ ചേട്ടാ. അയ്യോ, ശ്രദ്ധിച്ചു കൊണ്ടുവരട്ടെ മോളെ. അമ്മേ, നീ കളി. ഓ, എന്റെ നടു ഒടിയുന്നേ. ഹലോ, പൃഥ്വിരാജ് സാറിനൊന്ന് കൊടുക്കോ? അളിയ, ഇതാരോ ലൈനിലുണ്ട്. ഈ സമയത്ത് ഇതൊക്കെ വേണോ അളിയാ? ഹലോ, നേരത്തെ മുമ്പും പിൻപും ഒക്കെ നോക്കണമെന്ന് എന്തൊക്കെയോ പറഞ്ഞിരുന്നില്ലേ പൃഥ്വിരാജ് സാറേ? ആ പറഞ്ഞടാ, പറഞ്ഞു. വെക്കടാ ഫോൺ. പിടിക്കടി. അമ്മേ, അയ്യോ, ആ, അമ്മേ, അയ്യോ. അമ്മേ, പൃഥ്വിരാജേട്ടനെ ബലി കൊടുത്ത് തൽക്കാലം അവനിയുടെ കഴുത്തിൽ താങ്ങി ഒളിപ്പിച്ചു വെക്കാൻ പറ്റി.
നിന്റെ താലി എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കഴുത്തിൽ നിന്നും പോകാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. ഇതിന്റെ മേൽ ദുഷ്ടശക്തികളുടെ കണ്ണ് പെടരുത്. ഈ വൃന്ദാവനത്തിലെ വിഷസർപ്പമായ നിഹാരികയെ ഇവിടുന്ന് പുറത്തയക്കാനുള്ള അവസരം എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല. എന്റെ പ്രശ്നങ്ങൾക്ക് നീ തന്നെ പരിഹാരം കാണിക്കണം. അവളുടെ കഴുത്തിൽ ആ താലി ഉള്ളതുകൊണ്ട് എന്നെങ്കിലും ഒരിക്കൽ ശ്രീകരേട്ടൻ അവളുടെ സ്വന്തം ആകുമെന്ന വിശ്വാസത്തിലവള്. എനിക്ക് പക്ഷേ ഒരു സമാധാനവും ഇല്ലാതായിട്ടുണ്ട്. ആവനിയുടെ കഴുത്തിൽ ആ താലി ഉണ്ടാവരുത്. ആ ബന്ധത്തിന് ആ ചരടിന്റെ ബലം ഉണ്ടാകരുത്. നിന്റെ താലി ഇവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാ എന്റെ അവസ്ഥ അവതാളത്തിലായി പോവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് ശ്രീകരനെ അവസാനം ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഫ്ലവർ വേസ് എങ്ങനെ പൊട്ടിയത്? വാതില് തുറന്നതാരാ?
ഇതുവരെ ഇല്ലാത്ത എന്തൊക്കെയോ മാറ്റങ്ങൾ ഈ റൂമിൽ കാണുന്നുണ്ട്. എന്താവും കാര്യം? കണ്ണിൽ പെടാതിരിക്കാനുള്ള ടെൻഷനില് എന്റെ റൂമിലേക്ക് പോവാതെ ശ്രീകറിന്റെ റൂമിലേക്കാണല്ലോ വന്നേ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? പുറത്തേക്ക് പോയ ആവനി കാണും. ഇവിടെ നിക്കാന്ന് വെച്ചാ ശ്രീകരട്ടൻ എപ്പോ വേണമെങ്കിലും എഴുന്നേറ്റ് എന്റെ റൂമിലേക്ക് വന്ന എന്തിനാണെന്ന് ചോദിക്കും. നിങ്ങൾ കെട്ടിയ താലി അറുത്ത് കളഞ്ഞാ നിങ്ങൾക്കും ആ ആവനിക്കും ഇടയിലുള്ള ബന്ധവും അറ്റുപോയിക്കോളും. അതുകൊണ്ടാ ഇന്ന് ഞാൻ അതിന് ശ്രമിച്ചത്. പക്ഷെ ഫെയിലായി പോയി. നിങ്ങൾ കെട്ടിയ താലിക്ക് അത്രയ്ക്ക് ശക്തിയുണ്ടല്ലേ? എന്താ വേണ്ടെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും എങ്ങനെയൊക്കെയോ നിങ്ങളുടെ റൂമിൽ എത്തിയല്ലോ. ഫ്യൂച്ചറിൽ നമ്മൾ രണ്ടുപേരും ഒരേ മുറിയിൽ താമസിക്കേണ്ടവരായതുകൊണ്ട് ഈ രാത്രി ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടാകുമായിരുന്നു. നിങ്ങളുടെ നെഞ്ചത്ത് ഒരാളെയും പേടിക്കാതെ കൈവച്ച് കിടക്കായിരുന്നു. നിങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കുന്നത് ദിവസം കഴിയും തോറും മനസ്സിന് നല്ല ഭാരമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് കിടക്കണമെന്നാ മനസ്സ് പറയുന്നത്. ഞാനൊരു പെണ്ണല്ലേ, എന്നാലും നാണം മാറ്റിവെച്ച് ഇത് ചെയ്യാതെ വേറെ വഴിയില്ല. തെറ്റൊന്നും അല്ലല്ലോ. എന്താന്ന് വെച്ചാ കെട്ടാൻ പോകുന്നവനല്ലേ.
നീ എന്താ ഇവിടെ? ഏട്ടനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല. ഏട്ടൻ ഉറങ്ങിക്കോ. ബെഡിൽ നിന്ന് എണീറ്റ് പുറത്തു പോ. അതല്ല ശ്രീകരേട്ടാ,